ഒരു 12:30 ആയപ്പോൾ ഫുൾ കുറേ ആന ഉണ്ട്, 1-2 ആനയല്ല, കുറേ ആനകൾ വന്നു. പിന്നെയാണ് 1:30 ആയപ്പോഴാണ് ഉരുൾ പൊട്ടിയത്, ഫസ്റ്റത്തെ പൊട്ടൽ. പിന്നെ ഒരു 2:30 ആയപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടിലാണ് എല്ലാവരും ഒലിച്ചു പോയത്, വീടും എല്ലാം. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്നലെ വയനാട്ടിലെ വാർത്തകളെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ആ കാട്ടിലുണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം താഴ്വര ലക്ഷ്യമാക്കി അവർ ഇറങ്ങിപ്പോയി. അപ്പം ഒറ്റ മൃഗങ്ങൾ പോലും ഈ ഉരുൾപൊട്ടലിനകത്ത് പെട്ടില്ല. അപ്പൊ ഈ വീട്ടമ്മയുടെ വാക്കുകളൊന്ന് കേൾക്കുക. ആ സമയം എങ്ങനെയാ ഈ സൗണ്ട് കേട്ടിട്ടാണോ നിങ്ങൾ ഉണർന്നത്? സൗണ്ട് അതിന് മുന്നേ ഞങ്ങൾ ആ ഭാഗത്തു കൂടെ ആന വന്നിരുന്നു. അപ്പോൾ ആന വന്നപ്പം ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 1:30 ആയപ്പോഴാണ് എല്ലാവരും ഓടി ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഉരുൾപൊട്ടുന്നതിന് മുമ്പ് ആന വന്ന് ഒരു 12:30 ആയപ്പോൾ ഫുൾ കുറേ ആന ഉണ്ട്, 1-2 ആനയല്ല, കുറേ ആനകൾ വന്നു. പിന്നെയാണ് 1:30 ആയപ്പോഴാണ് ഉരുൾ പൊട്ടിയത്, ഫസ്റ്റത്തെ പൊട്ടൽ. പിന്നെ ഒരു 2:30 ആയപ്പോഴാണ് രണ്ടാമത്തെ പൊട്ടിലാണ് എല്ലാവരും ഒലിച്ചു പോയത്, വീടും എല്ലാം. ആന ഇത് ഉരുൾപൊട്ടൽ അതിന് മുമ്പ് തന്നെ അറിഞ്ഞിട്ട് വന്നതായിരിക്കും. ഞങ്ങളെ ഭാഗത്തു കൂടെ ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാ ഭാഗത്തു കൂടെ എത്തിയിട്ടുണ്ട് ആന. നല്ല മഴയാണ്, പിന്നെ അതുമല്ല ശക്തിയായ മഴയുണ്ട്, കറണ്ടും ഇല്ല. എങ്ങോട്ടാണ് ഓടുക, എന്താണ് ചെയ്യാന്നൊന്നും അറിയില്ല. കുട്ടികളൊക്കെ എടുത്തിട്ട് എങ്ങനെയൊക്കെയോ താഴ്ന്ന് മുകളിൽ കയറി, അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ് ഞങ്ങള്. പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ അപകടങ്ങളും മുൻകൂട്ടി കാണാനുള്ള കഴിവ് മൃഗങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായി അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് അവരെല്ലാം കൂട്ടത്തോടെ മലയിറങ്ങിയത്. ഒരു മൃഗങ്ങളും ഒരാന പോലും ഈ ഉരുൾപൊട്ടലിനകത്ത് പെട്ടില്ലെന്നുള്ളത് വലിയൊരു സത്യമായ കാര്യമാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഒരു കാലാവസ്ഥാ വകുപ്പുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. മിക്ക ദിവസവും റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, അങ്ങനെയുള്ള അലർട്ടുകൾ മാത്രം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മുൻകൂട്ടി കാണാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രവചിക്കാനോ ഒന്നും ഇവർക്കൊന്നും നേരെയില്ല. ഓരോ അപകടങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേന് കുറെ ന്യായങ്ങളായിട്ട് അവർ രംഗത്ത് വരും. അതോടുകൂടി അത് തീർന്നു. പിന്നെ ഇനി അടുത്ത ദുരന്തം വരെ കാത്തിരിക്കണം ഇതുപോലെയുള്ള ദുരന്തങ്ങളെ.